മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം. ടെരയുടെ എർമസിന് ശേഷം എനിക്ക് വാങ്ങി വെക്കണമെന്ന് തോന്നിയ ഒരു പെർഫ്യൂം, സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് വാങ്ങി വെക്കാൻ തോന്നിയ ഒരു പെർഫ്യൂം. കിട്ടാത്ത ഒരു മണം, അല്ലെങ്കിൽ സായിപ്പ് ഈ പെർഫ്യൂം ഇതിൽ കൊളുത്താനുള്ള കാരണം, കിൻഡിൻ ബിഷ് ഈ ഒരു നോട്ട് എടുത്ത് ഇതിൽ ചേർക്കാനുള്ള കാരണം ആ ഒരു പർട്ടിക്കുലർ നോട്ട്. നമുക്ക് ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു പെർഫ്യൂമാണ് ബോയ്സ് ഇമ്പീരിയൽ ബൈ കിൻഡിൻ ബിഷ് റിവ്യൂ ചെയ്യാൻ. ഞാൻ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങി, പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി. പിന്നീട് ഞാൻ വാങ്ങിയില്ല, അടുത്ത മോട്ടോർ സ്റ്റോക്ക് ആയിരുന്നു. ഒരു 1-2 ആഴ്ചയായി ഈ സാധനം വാങ്ങിയിട്ട്. ബോയ്സ് ഇമ്പീരിയൽ, ഇത് എൻ്റെ വേവലിംഗത്തിലുള്ള, എന്നെ പോലെ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ പെർഫ്യൂമിൽ ഒരു ആർട്ടായിട്ട് കാണുന്നവർ മാത്രമല്ല, പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന സകലരും അവരുടെ കളക്ഷനിൽ വെക്കേണ്ടതും ജീവിതത്തിൽ ഒരിക്കൽ എങ്കിലും ഒന്ന് മണത്ത് നോക്കേണ്ടതുമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ബോയ്സ് ഇമ്പീരിയൽ ബൈ ക്വിന്റിൻ ബിഷ്. ഈ ക്വിന്റിൻ ബിഷ് എന്ന പെർഫ്യൂമർ നമ്മുടെ ചാനലിൽ പലപ്പോഴും പറഞ്ഞിട്ട് ആർട്ടാണ് അയാൾ. ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹം ചെയ്തു വെക്കുന്ന വർക്കുകൾ ഭയങ്കര യുണീക്കാണ്. അദ്ദേഹത്തിന്റെ ഓരോ പെർഫ്യൂമും ഒരു പ്രത്യേകത ഉണ്ടാവും, അതിനൊരു പ്രത്യേകത കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരു ഉപ്പ് പോലെയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം അതിൽ ഉപ്പ് എന്നൊരു ചേരുവ ഒരു കറിയിൽ ഇല്ലെങ്കിൽ എന്ത് പറ്റും? രുചി തന്നെ മാറിപ്പോകും, രുചി അറിയാൻ പറ്റാതെ പോകും. അതുപോലെയാണ് ക്വിന്റിൻ ബിഷിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഒരു ഡെപ്ത് ഉണ്ടാവും, അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ക്വിന്റിൻ ബിഷിന്റെ വർക്കിന് നമുക്ക് പ്രത്യേകത, ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ ആയിരിക്കും അദ്ദേഹം സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പെർഫ്യൂമിന്റെ വർക്ക് അങ്ങനെയാണ് പൊതുവെ. ഉദാഹരണത്തിന് നമ്മൾ കെൻസോ ഒക്കെ എടുത്താൽ തന്നെ, കെൻസോ ഒരു ഫ്രഷ് പെർഫ്യൂമാണ്, ഒരു അക്വാറ്റിക് മണമാണ്, ശരി തന്നെ. പക്ഷെ എന്തോ ഒരു മർമ്മം, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മളെ കൊളുത്തുന്നത്. അത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ പെർഫ്യൂമിനും. നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ചേരുവ, അത് ക്വിന്റിൻ ബിഷിന് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൊണ്ട് അതിനെ അങ്ങ് സിഗ്നേച്ചർ ആക്കി മാറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ യേശുദാസിന്റെ പാട്ടെടുത്താലും, ചിത്രയുടെ പാട്ടെടുത്താലും, SPBയുടെ പാട്ടെടുത്താലും, അവർ മാത്രം ഇടുന്ന എക്സ്ട്രാ സംഗതി, ഒരു സംഗതി ഇടും. ഇപ്പൊ ഇളയരാജ അല്ലെങ്കിൽ AR റഹ്മാൻ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ഒന്ന് അവർ ഇടും. അത് അവരെടുത്ത സിഗ്നേച്ചറാണ്. ഈ പാട്ട് പാടി വെച്ചത് ഇന്ന ആളാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു സംഗതി. അതാണ് ക്വിന്റിൻ ബിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വർക്കിലുള്ള എക്സ്ട്രാ സംഗതി കേൾക്കും. അദ്ദേഹത്തിന്റെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്രിയേഷനാണ് ഈ പെർഫ്യൂം. അതൊരു ഫ്രഞ്ച് പെർഫ്യൂം എങ്ങനെയാവണം, അതിന്റെ മണം എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ ഫ്രഞ്ച് പെർഫ്യൂം എന്താണ്, അതിന്റെ പെർഫ്യൂമറി വർക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പെർഫ്യൂം ട്രൈ ചെയ്താൽ മതി. ഇതിൽ ചെയ്തിരിക്കുന്ന വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ. നമുക്ക് അറിയാവുന്ന മണങ്ങളൊക്കെ തന്നെയാണത്. പക്ഷെ അത് ചെയ്യുന്നവരുടെ ഒരു കൈപ്പുണ്യം, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോ നമ്മുടെ റിട്ടേൺ ബാഗാണ്, ഒരു പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു ബോക്സ് ഡിസൈൻ പേപ്പറാണ്, കട്ടി കൂടിയ കാർഡ്ബോർഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്വിന്റിൻ ബിഷിന്റെ ചിത്രം കാണാം. 93% നാച്ചുറൽ ഒറിജിനൽ, 93% പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. EDP ആണ് അതിന്റെ കോൺസെൻട്രേഷൻ വരുന്നത്. ബാച്ച് കോഡും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ട്രൈ ചെയ്തു. ഇതില് ബോട്ടിൽ ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ ആണ്. കട്ടി കൂടിയ ഗ്ലാസ് ഇവിടെ ബോയ്സ് ഇമ്പീരിയൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ബൈ ക്വിന്റിൻ ബിഷ് പ്രത്യേകിച്ച് ഒന്നുമില്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളാണോ അല്ല എന്താ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്, കട്ടി കൂടിയ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ പ്രൊഫൈൽ വരുന്നത്, സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് വുഡി, ഫ്രഷ്, സ്പൈസി, അരോമാറ്റിക്, ഊദ്, ഗ്രീൻ, ആംബർ, എർത്തി, വാം, സ്പൈസി. ഓക്കെ, ഇതാണ് ഇതിന്റെ സെൻറ്റ് പ്രൊഫൈൽ. നോട്ടായിട്ട് പറയാം. നോട്ടിൽ കൊടുത്തിരിക്കുന്നത് അഗികാല വുഡ്, വുഡി നോട്ട്, വെട്ടുവർ, ടിമുർ, ആംബ്രോക്സാൻ, പച്ചുളി. ഇതിലൊരു നോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, മനഃപൂർവ്വം തന്നെയാണ്, അത് ഞാൻ പറയാം. നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം. പ്രഷറൈസ് ചെയ്തിട്ടുള്ള സ്പ്രേയർ ആണ്, കണ്ടല്ലേ ഷൂട്ട് ചെയ്യുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം. ടെരയുടെ എർമസിന് ശേഷം എനിക്ക് വാങ്ങി വെക്കണമെന്ന് തോന്നിയ ഒരു പെർഫ്യൂം, സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് വാങ്ങി വെക്കാൻ തോന്നിയ ഒരു പെർഫ്യൂം. റിവ്യൂ കാണുന്ന പലർക്കും ഒരു സിഗ്നേച്ചർ പെർഫ്യൂം, ഒരു ഫ്രഷ് പെർഫ്യൂമിൽ ഒരു സിഗ്നേച്ചർ പെർഫ്യൂം മറ്റാരുടെ കയ്യിലും ഈ മണം ഉണ്ടാവാൻ പാടില്ല. വളരെ ഹൈ ക്ലാസ് സ്മെല്ലായിരിക്കണം, ക്ലാസിക് ആയിരിക്കണം, ആളുകൾക്ക് അട്രാക്ഷൻ തോന്നണം, ക്ലീൻ ആയിരിക്കണം, സോപ്പി ആയിരിക്കണം, ഫ്രഷ് ആയിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം, മൂഡ് അപ്ലിഫ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ള പെർഫ്യൂം, അതാണ് ഈ ഒരു പെർഫ്യൂം. ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു നോട്ട്, മലയാളികൾക്ക് നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു നോട്ടാണ് ഈ പെർഫ്യൂമിൻ്റെ യഥാർത്ഥ താരം. അവനാണ് ഈ പെർഫ്യൂമിനെ പിടിച്ചു നിർത്തുന്ന നട്ടെല്ല്. അതാണ് ഈ പെർഫ്യൂമിൻ്റെ ബലം. ആ നോട്ടാണ് ഈ പെർഫ്യൂമിനെ മറ്റ് പെർഫ്യൂമിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്നത്. ഈ ഒരു പെർഫ്യൂമിലെ ഒരു നോട്ടാണ് പല സായിപ്പിന് പിടികിട്ടാത്ത ഒരു മണം, അല്ലെങ്കിൽ സായിപ്പ് ഈ പെർഫ്യൂമിൽ കൊളുത്താനുള്ള കാരണം, ക്വിന്റിൻ ബിഷ് ഈ ഒരു നോട്ട് എടുത്ത് ഇതിൽ ചേർക്കാനുള്ള കാരണം ആ ഒരു പർട്ടിക്കുലർ നോട്ട്, അതാണ് തുളസി. ബേസിൽ തുളസിയാണ് ഈ പെർഫ്യൂമിൻ്റെ നട്ടെല്ല്. നമുക്കറിയാം, നമുക്ക് മലയാളികൾക്ക് തുളസിയുടെ മണം അറിയാത്തൊരു മണമൊന്നുമല്ല, നമുക്കത് പുതുമയല്ല. തുളസി
എക്കാലവും നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു മണമാണ് തുളസിത്തറയും. തുളസിയുടെ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു പുതുമയും ആ ഒരു നൈസർഗിക മണവും പ്രകൃതിയോട് ചേർന്നിണങ്ങി നിൽക്കുന്ന ആ ഒരു മണം അതെപ്പോഴും മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു മണമാണ്. തുളസി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഒരു എന്താ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു ഉന്മേഷം, എനിക്കൊരു ഫ്രഷ്നെസ്, അല്ലെങ്കിൽ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം മണങ്ങൾ, ഞാൻ പറഞ്ഞില്ല പലപ്പോഴും സിട്രസ്, ബെർഗാമോ, മാൻഡറിൻ ഇതുപോലുള്ള ഹെർബൽ നോട്ട്സിന് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനുള്ള ഒരു പ്രത്യേകത, ഒരു മാജിക് പവർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഒരു മാജിക് പവറുള്ള ഒരു മണമാണ് തുളസി. ഇപ്പോൾ തുളസിയുടെ ഒരു ചെറിയ തുളസിയുടെ ഏറ്റവും കിളുന്ത ഇല അതൊന്ന് കയ്യിൽ ഒന്ന് പിടിച്ച് മുറുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തുളസിയുടെ ഒരു നാച്ചുറൽ ബൊട്ടാണിക്കൽ എക്സ്ട്രാക്ട്, അതിൻ്റെ ഒരു നീര്, ആ നോട്ടാണ്, ആ നീരെടുത്തിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അത് വളരെ നാച്ചുറലായിട്ട് തുളസിയുടെ മണം ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നു. ഫ്രഞ്ച് പെർഫ്യൂമിൽ തുളസി വന്നാൽ എങ്ങനെയായിരിക്കും? അതാണ് ഇതിൻ്റെ മണം. തുളസിയും രാമച്ചം എന്ന് പറയുന്നത് ഹെർമസിൽ ചേർത്തിരിക്കുന്ന രാമച്ചം അല്ല, അല്ലെങ്കിൽ നിശാനെ ചേർത്തിരിക്കുന്ന വെട്ടുവർ ആ രാമച്ചം അല്ല. ഇതൊരു പച്ചയായ രാമച്ചത്തിൻ്റെ വേര്, വളരെ നാച്ചുറലായിട്ടുള്ള രാമച്ചത്തിൻ്റെ വേരും തുളസിയും പിന്നെ പച്ചോളി ഇതിൽ ചേർത്തിരിക്കുന്ന പച്ചോളി ഇന്തോനേഷ്യയിലെ പച്ചോളി എന്ന അവിടെ വിളയുന്ന പച്ചോളിയുടെ നോട്ടാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടിമുർ എന്നൊരു നോട്ട്, അത് ശരിക്കും ഉണങ്ങിയ ഒരു ഓറഞ്ചിൻ്റെ നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിലൊക്കെ പരിസരത്ത് ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തൊലി അവർ ഉണക്കാനിടും, ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കാനിടും. അത് പിന്നീട് ഉണക്കി പൊടിച്ച് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് പണ്ട് ചെയ്യാറുണ്ട്. പണ്ടത്തെ ചേച്ചിമാർ, ഇപ്പോൾ ആൻറ്റിമാരായിട്ടുണ്ടാകും, അവരൊക്കെ പണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയാം, ഇപ്പോൾ ഞാൻ കാണുന്നില്ല അത്. അപ്പോൾ അതിൻ്റെ ഉണങ്ങിയ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു ഉണങ്ങിയ ഓറഞ്ചിൻ്റെ ഒരു മണവും, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ഒരു മണവും ഒരു എർത്തി സ്മെല്ലും ഉണ്ടാകും, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ഉണങ്ങിയ ഒരു വാടിയൊരു മണം ഉണ്ടാകും. അതാണ് ഒരു ഫ്രഷ്നെസ്സും ഒരേ സമയം ഭൂമിയുടെ ഒരു മണമുള്ളൊരു മണമാണ് ഈ ടിമുർ എന്നൊരു നോട്ടിൻ്റെ മണം. പിന്നെ ആംബ്രോക്സാൻ ഹെവി ആയിട്ട് ചേർത്തിട്ടുണ്ട്. ആംബ്രോക്സാൻ വളരെ മികച്ചൊരു ഫിക്സേറ്റീവാണ്. അത് എല്ലാ നോട്ടിനെയും ഒരുപോലെ ഇങ്ങനെ പിടിച്ചു നിർത്തും, ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചതുപോലെ ഓരോ നോട്ടിനെയും പിടിച്ചു നിർത്തും. ആംബ്രോക്സാൻ ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുറിയിലൊക്കെ ഈ മണം തളം കെട്ടിക്കിടക്കും, അന്തരീക്ഷത്തിൽ പടർന്നു പിടിക്കും. ഏറി ആയിട്ടുള്ള മണമാണ്. എന്താണ് ഏറി എന്നുകൊണ്ട് ഞാൻ വിവക്ഷിക്കുന്നത്? ഏറി എന്ന് പറയുന്നത് ഈ മണം നമ്മിലേക്ക് മാത്രം ചുരുങ്ങാതെ മണം പരിസരത്തേക്ക് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു മണം. ഇത് പരിസരത്തേക്ക് പോകും, അത് പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല, മുറുക്കി പിടിച്ചാൽ അത് നിൽക്കില്ല, അത് പരിസരം വിട്ടു പോകും. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഇത് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു മണമാണ്. അതുകൊണ്ടാണ് ഏറി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ചെയ്യുന്ന അകികാല പൂട്ട്, എൻ്റെ തൂതും ഒന്നുമില്ല, അതൊക്കെ വിട്ടേക്കാം, അവനൊന്നും ഈ രംഗത്തേ ഇല്ല. അകികാല പൂട്ട് ഒരു വുഡിൻ്റെ ഏറ്റവും നല്ലൊരു വുഡി നോട്ടാണ്. അതൊരു നല്ല പച്ചപ്പ് നിറഞ്ഞ ഇടതൂർന്ന ഒരു കാടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കാടിൻ്റെ ഒരു മണം വളരെ നേർപ്പിച്ചത്, അതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എല്ലാറ്റിനും ഉപരി ഇതിൽ കൂടുതലായിട്ട് വരുന്നത് തുളസിയുടെ മണം. തുളസി ആണ് ഇതിലെ നട്ടല്. തുളസി ഒരു സായിപ്പ് വരേണ്ടി വന്നു നമ്മുടെ മലയാളികൾക്ക്. തുളസി എന്താണെന്നും അല്ലെങ്കിൽ തുളസിയുടെ മണം എങ്ങനെയാണെന്നും അത് ഫ്രഞ്ച് പെർഫ്യൂമിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പെർഫ്യൂമിൽ അത് കൊണ്ടുവന്ന് അത് മനം മറന്ന് നമ്മളെ രസിക്കാൻ ഒരു സായിപ്പ് തന്നെ വരേണ്ടി വന്നു. അതാണ് ഈ പെർഫ്യൂമിൻ്റെ മണം. അപ്പോൾ തുളസി ഇഷ്ടപ്പെടുന്നവർ, ഹെർബൽ നോട്ട് ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, നിങ്ങൾക്കൊരു സിഗ്നേച്ചർ പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഈ പെർഫ്യൂം സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ജെയിംസ് ബോണ്ട്, ഡാനിയൽ ക്രെയിൻ. വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരാൾ. പ്രൊഫഷണൽ ലൈഫ് ഒരേപോലെ കൊണ്ടു നടക്കുന്നു, റിയൽ ലൈഫ് ഒരുപോലെ കൊണ്ടു നടക്കുന്നു, വളരെ ഡിസിപ്ലിനായിട്ട് ജീവിതം നയിക്കുന്ന ഒരാൾ, വളരെ ക്ലാസിക്കായിട്ട് ജീവിതം നയിക്കുന്ന ആൾ, നമ്മൾ നോക്കി നിന്ന് അസൂയപ്പെടുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ടു നടക്കുന്ന ആൾ, എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള ആൾ, ഉപദേശിക്കാൻ കഴിവുള്ള ഒരാൾ, ഒരു കമാൻഡ് കൊടുക്കാൻ നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. അവർക്കായിരിക്കും ഈ ഒരു പെർഫ്യൂം കൂടുതൽ ചേരുന്നത്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർ, പെർഫ്യൂമിനെ സ്നേഹിക്കുന്നവർ ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ലോങ്ജിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. അതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. 8 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജിവിറ്റി. പ്രൊജക്ഷൻ 3-4 മണിക്കൂർ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. പിന്നീട് മണം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന രീതിയിലേക്ക് ചുരുങ്ങും. ആദ്യത്തെ 3 മണിക്കൂർ ഇത് ഭയങ്കരമായിട്ട് ഇത് മാറി പല രീതിയിലേക്ക് മണം പ്രൊജക്റ്റ് ചെയ്യും. നല്ലതുപോലെ ഈ മണം പുറത്തേക്ക് പോകുന്നുണ്ട്. 8 മണിക്കൂർ സ്വീറ്റ് സ്പോട്ടായിട്ടുള്ള ലോങ്ജിവിറ്റി, നല്ല ലോങ്ജിവിറ്റി, ഹെവി പ്രൊജക്ഷൻ. ഞാൻ പറയുന്ന സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്ന 8 സ്പ്രേ അടിക്കുക. 8-9 മണിക്കൂർ നേരം നിൽക്കും. രാവിലെ ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഉപയോഗിക്കാം, രാത്രി ഉപയോഗിക്കാം, ഏത് പാതിരയ്ക്കും ഏത് പരിപാടിയിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞൊരു സിഗ്നേച്ചർ പെർഫ്യൂം ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു ഫ്രഷ് പെർഫ്യൂം ഡെയിലി ഉപയോഗിക്കാൻ, എല്ലാ ദിവസവും ഉപയോഗിക്കാൻ, ഓഫീസിൽ പോകാൻ, എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിന് പറ്റിയ അല്ലെങ്കിൽ ഫ്രഷ് പെർഫ്യൂം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇതൊരു ഹൈ ക്ലാസ് പെർഫ്യൂമാണ്. ഇതിൻ്റെ വില വരുന്നത് 10-500 ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലും വളരെ നന്നായിട്ട് ചേരുന്ന ഒരു പെർഫ്യൂം. മലയാളികൾക്ക്
പെട്ടെന്ന് കണക്റ്റഡ് ആവുന്ന ഒരു പെർഫ്യൂം. അതുകൊണ്ടാണ് പലരും ഈ പെർഫ്യൂം റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇത് കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള നോട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതിൽ ഞാൻ ഗ്യാരണ്ടി. എനിക്ക് തോന്നുന്നു ഇത് രണ്ട് കൂട്ടർക്കും യൂണിസെക്സ് ആണ്. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. ഞാൻ പറഞ്ഞ ഒരു 10-22 വയസ്സിന് മുകളിലുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഡീക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ വേവ് ലെങ്ത്തിലുള്ളവർക്ക് ഇത് മസ്റ്റായിട്ട് വാങ്ങേണ്ട പെർഫ്യൂമാണ്. 10ൽ 10 കൊടുക്കേണ്ട പെർഫ്യൂം. ഇത് റിവ്യൂ ചെയ്ത് തീരുന്നതിന് മുമ്പ് നിങ്ങളിത് ഓർഡർ തരേണ്ട ഒരു സാധനമാണ്. വേറെ ഒന്നുമില്ല, എൻ്റെ ഒരു ഒറ്റ ബോട്ടലേ ഉള്ളൂ ഇത്. ഡെഫിനറ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഒരു സ്കിപ്പ് അടിക്കാൻ പാടില്ല. ഇതൊരു ആർട്ടാണ്, നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഇത് വല്ലപ്പോഴൊക്കെ നിങ്ങൾ ഒന്ന് ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഞാൻ ഇടയ്ക്കിതൊക്കെ സ്മെല്ല് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്മെല്ല് ഞാൻ വളരെ ഓഫായിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരം പെർഫ്യൂമുകളൊക്കെ വേണം ട്രൈ ചെയ്യേണ്ടതും. ഞാൻ ട്രൈ ചെയ്യാറുള്ളതും ഇതുപോലുള്ള ചില പെർഫ്യൂമുകളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും, മനസ്സിന് ആ ഒരു നേരത്തേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി. സോ ഇത്തരം പെർഫ്യൂമുകൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുക. 2 ml, 5 ml, 10 ml അവൈലബിൾ ആണ്. പിന്നെ വാങ്ങാനുള്ള ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. വില ഞാൻ പറഞ്ഞു 10-500 11 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. താങ്ക് യു സോ മച്ച്.